വാഴ്ത്തുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത് എബ്രായ ലേഖനം 23 മുതലുള്ള വാക്യങ്ങളാണ്. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു ആസ്ക് maybe one person please read from verse 23 onwards. 23 തൊട്ടുള്ള വാക്യങ്ങൾ നിങ്ങൾ ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് വായിച്ചാലേ ബാക്കിയുള്ളവർ ബൈബിള് തുറന്ന് ആ ഭാഗം ശ്രദ്ധിക്കുക. വായിക്കാനില്ലയോ? അല്ലെങ്കിൽ ഞാൻ വായിക്കാം. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുവാൻ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രൈം വിട്ടുപോന്നു. വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിക്കുവാൻ പെസഹയും ചോരത്തളിയും ആചരിച്ചു. വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടൽ കൂടെ കടന്നു. അത് മിസ്രൈമർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. വിശ്വാസത്താൽ അവർ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ എരിഹോ മതിൽ ഇടിഞ്ഞു വീണു. വിശ്വാസത്താൽ റാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കണ്ട് അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു. ഇനി എന്ത് പറയേണ്ടു? ഗിദ്യോൻ, ബാരാഖ്, ശിംശോൻ, യിഫ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിക്കുവാൻ സമയം പോരാ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു. സിംഹങ്ങളുടെ വായ് അടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദാഹരണം കൈക്കൊള്ളാതെ തേജ്യമേറ്റു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറി ഏറ്റു, ഈർച്ചവാളാൽ കൊല്ലപ്പെട്ടു. ജടയാളുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു. ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നുകൾ വരഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. ആമേൻ. Praise the Lord. Thank you, Susumama, for reading. ഈ 11-ാം അധ്യായം വായിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഒന്ന് സങ്കടപ്പെടാതെ വേദനിക്കാതെ അത് വായിക്കാൻ ഒക്കത്തില്ല. I'm saying a true believer, true child of God can never simply run through the 11th chapter. It is something that really touches my heart every time I read it. ഈ അധ്യായം നമുക്കറിയാം വിശ്വാസത്തിന്റെ ഒരു ചാപ്റ്റർ. And we looked at so many people of faith. Each one of them actually demonstrate one aspect of faith. ഇല്ലേ, വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഒരു ഏരിയ അവരൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നമ്മൾ കണ്ടു. we started from the beginning. ഞാനിത് ഓരോ ആഴ്ചയിലും റിപ്പീറ്റ് ചെയ്യുന്നതിൽ നിങ്ങൾ ക്ഷമിക്കണം. I just wanted to make sure that you understand the sequence in which the author is writing. He talked about Abel, that is faith worshipping, ആരാധിക്കുന്ന വിശ്വാസം ആരാധിക്കുന്നുണ്ട്. And we saw Enoch, Hanok, it's faith walking, വിശ്വാസം നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. Then you see Noah, it is faith working. Okay, നിങ്ങൾ ശ്രദ്ധിച്ചോണം, 120 വർഷം അദ്ദേഹം ഒന്നും കണ്ടില്ല. He did not see any evidence, but he still kept working because he believed God. ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ കാണുന്നത്. Then you see Abraham
is actually faith waiting അല്ലെങ്കിൽ faith obeying. വിശ്വാസം കാത്തിരിക്കുന്നതും വിശ്വാസം അനുസരിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈവൻ അബ്രഹാമിനെ പറ്റി സംസാരിച്ച സമയത്ത് Holy Spirit has also included Sarah into the picture. She also believed, and because Sarah and Abraham believed together, they were able to receive children like the stars or the sky. ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ അവർക്ക് മക്കളെ കൊടുത്തതിന്റെ ഏറ്റവും വലിയ കാര്യം ഈ രണ്ടാളുകളും അത് വിശ്വസിച്ചത് കൊണ്ടാണ്. Then we looked at very briefly about Isaac. ഇസഹാക്കിനെ നമ്മൾ കണ്ടു. അത് അദ്ദേഹത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം പരിശുദ്ധാത്മാവ് ഇവിടെ പറയുന്നത് ബൈ ഫെയ്ത്ത് ഇസഹാക്ക് വിശ്വാസത്തിൽ ഇസഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. So he blessed them, both Esau and Jacob, regarding things to come. Okay, ഞാനത് പറഞ്ഞല്ലോ, that he was about to go and he wanted to bless Esau, but God had a different plan. And then in a moment he realizes it. അല്ലെങ്കിൽ തനിക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ പറഞ്ഞ അനുഗ്രഹങ്ങളെല്ലാം നിന്നിൽ നിന്ന് മാറിപ്പോകട്ടെ. No, he didn't say that. He didn't say, oh, I just take back all the blessings, let it be cancelled. No, he didn't say. He said, let him be blessed. അവൻ അനുഗ്രഹിക്കപ്പെടട്ടെ. Then he also tells him that നീയും അനുഗ്രഹിക്കപ്പെടുക എന്ന് പറഞ്ഞു വിടുകയാണ്. So that is also by faith, because he is seeing the future. പിന്നെ നമ്മൾ we saw Joseph. Where is Joseph actually fitting in this whole picture? നമ്മൾ കാണുന്നുണ്ട് യാക്കോബിനെ നമ്മൾ കാണുന്നുണ്ട്. You see, after Isaac you would see Jacob. യാക്കോബിനെ കാണുന്നുണ്ട്. Then he is blessing his children. ലിയോ മരണകാലത്തെങ്കിൽ യോസഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിച്ചു. So he lived something why the Holy Spirit is actually giving us that idea, saying that he was leaning on his shepherd's staff. Okay, he blessed both of them, the sons of Joseph. യോസഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിച്ചു. നമുക്കറിയാം, he crossed his hand and then blessed them. Then he was leaning on his staff. That means he lived like a pilgrim all his life. He was looking forward for another city. So അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ ടെന്റിൽ കൂടാരങ്ങളിൽ പാർത്ത് നമ്മൾ വായിക്കുന്നത്. So he was familiar with this whole concept about a new city, a city to come, not the city from where they came. They were not thinking about Egypt. They were looking forward to a new city with foundation, and the architect is God himself. Okay. പിന്നെ നമ്മൾ യോസഫിന്റെ കാര്യത്തിൽ വന്നപ്പോൾ നമ്മൾ കണ്ടു, വിശ്വാസത്തിൽ യോസഫ് താൻ മരിക്കാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർപ്പിച്ചു. അവന്റെ അസ്ഥികളെ കുറിച്ച് കൽപ്പന. He said, when make sure that you don't bury me here. You can actually embalm my body and leave it here. Okay, but a day will come. ഒരു പക്ഷെങ്കിൽ ഇതേപ്പറ്റിയൊക്കെ ഒത്തിരി ആളുകൾ ഭാവനയിൽ പറയുന്നുണ്ട്. യോസഫിന്റെ ഈ ശവശരീരം എംബാം ചെയ്തോട് വെച്ചിരിക്കുന്നുണ്ട്. There may be people, the Jewish people who would go, their children will go, they'll see his body there. They go visit Joseph's grave, അല്ലെങ്കിൽ ജോസഫിനെ വെച്ചിരിക്കുന്ന സ്ഥലം അവർ കാണും. They say, why is his grave here, or is his coffin here? എന്തുകൊണ്ടാണ് ഈ പെട്ടി ഇവിടെ വെച്ചിരിക്കുന്നത്, എംബാം ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത്? So they will say, this father of ours, he was a savior. നമ്മളെ ഇവിടെ രക്ഷപ്പെടുത്തിയ ആളാണ് ഈ ജോസഫ് എന്ന് പറയുന്ന പിതാവ്. അദ്ദേഹം നമ്മളോട് ഒരു പ്രവചനം പറഞ്ഞിട്ടുണ്ട്. One day we will leave from here. We will not be here forever. One day we will leave from Egypt. And he said, you should take my bones. Okay, എന്റെ ഈ അസ്ഥിയും നിങ്ങൾ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. So വിശ്വാസത്താൽ യോസഫ് അത് കണ്ടു. He saw it and he gave instruction. അപ്പം ഭാവിയിൽ നടക്കുന്ന എക്സോഡസ്, ഭാവിയിൽ നടക്കാൻ പോകുന്ന ആ വലിയ പുറപ്പാട് വിശ്വാസത്തിൽ യോസഫ് കാണുക. So that's the reason he finds a place here in the book of Hebrews. So എബ്രായ ലേഖനത്തില് 11ാം അധ്യായത്തില് ഈ വിശ്വാസവീരന്മാരുടെ ഈ പട്ടികയില്
തനിക്ക് ഒരു സ്ഥാനം താൻ കണ്ടെത്തുന്നുണ്ട്. സോ വി ലുക്ക്ഡ് അറ്റ് ദാറ്റ് മച്ച്. സോ ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ദിസ് ഈസ് അബൌട്ട് മോസസ്. ഓക്കെ, ഇപ്പൊ യോസഫ് പറഞ്ഞ ആ സമയത്തേക്കൊക്കെ ഏകദേശം വരികയാണ്. വിശ്വാസത്താൽ നമ്മൾ 21 വാക്യം വായിക്കുന്നു. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിൽ ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. By faith Moses, when he was born, he was hidden 3 months by his parents because they saw he was beautiful child and they were not afraid of king's command. Okay, so ഇവിടെ മോശയെ പറ്റി പറയുന്നതിന് മുൻപായിട്ട് മോശയുടെ പേരൻസിന്റെ വിശ്വാസം പരിശുദ്ധാത്മാവ് ഇവിടെ എടുത്തു പറയുക. Okay, by faith, he's talking about Moses' parents. Okay, they hid him for 3 months. Okay, so Moses' parents, Moses is actually was so fortunate to have believing parents. ഒരു കാര്യം ഓർത്തോണേ, വിശ്വാസമുള്ള വിശ്വാസികളായ അമ്മയപ്പന്മാരുടെ വീടുകളിൽ ജനിക്കുന്നത് ഒരു ഭയങ്കര സന്തോഷമല്ലയോ? സോ നമ്മൾ കാണുന്നുണ്ട്, they hid the baby or they are hiding the baby from the authorities for, and that was an act of faith. ഇവിടെ പരിശുദ്ധാത്മാവ് പറയാ, രാജാവിന്റെ കൽപ്പനയെ മറുത്തുകൊണ്ട് എന്തു വന്നാലും we are going to keep this child, we are going to hide him എന്ന് പറഞ്ഞ് 3 മാസം അവനെ ഒളിപ്പിച്ചു വെച്ചെങ്കിൽ that is an act of faith. അത് വിശ്വാസത്തിന്റെ ഭാഗം. നമ്മൾ എക്സോഡസിൽ അത് കാണുന്നുണ്ട്, 2-ാം അധ്യായത്തിലൊക്കെ അത് കാണുന്നുണ്ട്. സി അമ്രാമും യോക്കെബേദും, you see, you cannot pass your faith to your children. Technically നമ്മുടെ വിശ്വാസം ഒരിക്കലും നമ്മുടെ മക്കൾക്ക് നമുക്ക് ആ രീതിയിൽ പാസ് ചെയ്യാൻ ഒക്കത്തില്ല. ഇങ്ങനെ ഒരു ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന സാധനമൊന്നുമല്ല. You cannot pass our faith to our children, but we can certainly create an atmosphere of faith, okay, at home as an example to their children. Our faith becomes an example. ഒരു കാര്യം ഓർത്തോണം. അപ്പം നമ്മുടെ വിശ്വാസം ഇങ്ങനെ നമ്മൾ പറയും, അവന്റെ വല്യമ്മയിലുണ്ടായിരുന്നു, ലോവീസിലുണ്ടായിരുന്നു, യുനീസിലുണ്ടായിരുന്നു, യൂനിക്കയിലുണ്ടായിരുന്നു, ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും unless you receive it, why, എന്റെ വിശ്വാസം എന്റെ മക്കൾക്ക് ഞാൻ പാസ് ഓൺ ചെയ്യാന്ന് പറഞ്ഞാൽ what does that really mean? Number one, they have to want to have it. അവർക്കിത് വേണമെന്ന് അവർ ചിന്തിക്കണം. ഇനിയിപ്പോ എന്റെ വിശ്വാസമാണോ അവർക്ക് വേണ്ടിയത്, അതോ അവർക്ക് അവരുടേതായ വിശ്വാസം വേണോ? But the content of my faith may be the content of their faith also, maybe more than that. നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. പക്ഷെ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ, ഒരു വിശ്വാസത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ വളരാൻ ഒക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യം, ദ ബെസ്റ്റ് തിങ്, നമ്മൾ ഇതിന് ലെഗസി എന്നൊക്കെ നമ്മൾ വിളിക്കും, സാധാരണ ഫെയ്ത്ത് ലെഗസി എന്നൊക്കെ പറയും. ഒന്ന്, മക്കൾക്ക് തലമുറയ്ക്ക് വെച്ചേച്ചു പോകാൻ നമുക്ക് കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഇറ്റ്സ് ദാറ്റ് ഫെയ്ത്ത്. ആ വിശ്വാസം അവരിൽ അങ്കുരിക്കണം കേട്ടോ. That faith needs to be born in them, birthed in them. So our job is to create an opportunity for that to happen. They have an opportunity to watch our faith. നമ്മുടെ വിശ്വാസം കാണാനായിട്ട് അവർക്ക് ഒരു അവസരം ഉണ്ടാവും. സോ അമ്മയപ്പന്മാരെ കുറിച്ച് ഇവിടെ പറയാണ്, Moses' parents showed faith when they perceived that he was specially favored by God. They took measure of faith to save his life despite danger. അപ്പം ശിശു സുന്ദരൻ, ഓക്കെ, അവിടെ എഴുതിയിരിക്കുകയാണ്, ശിശു ജനനത്തിങ്കൽ തന്നെ സുന്ദരൻ എന്ന് അമ്മയപ്പന്മാർ കണ്ടു. Because they saw he was beautiful child. അപ്പം ഒരു ഫിസിക്കൽ ബ്യൂട്ടി എന്നുള്ള ചിന്തക്കാൾ അപ്പുറമായിട്ട് they sensed something in their heart. ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മേ ബി മോസസ് ലുക്ക് ബ്യൂട്ടിഫുൾ, he was handsome child, beautiful child, but അതൊക്കെ ആയിരുന്നെങ്കിലും, സൗന്ദര്യമുള്ള ഒരു കുഞ്ഞായിരുന്നെങ്കിലും അവരുടെ ഉള്ളിൽ എന്തോ ഒരു സ്പെഷ്യൽ ചൈൽഡാണ്, സംതിങ് സ്പെഷ്യൽ അബൌട്ട് ഹിം. ഒരു പക്ഷെങ്കിൽ ഇവനിൽ കൂടി ആയിരിക്കും ദൈവം ഒരു ഡെലിവറൻസ് അയക്കാൻ പോകുന്നത് എന്ന് എന്തോ ഇവരുടെ മനസ്സിൽ, this is how Holy Spirit sometimes inspire into the hearts, something special. ഞാൻ ആ ഭാഗം വായിച്ചപ്പോഴത്തേക്കിന് എന്റെ മനസ്സിൽ കൂടെയൊക്കെ വന്ന ഒരു ചിന്ത,
നമ്മളിൽ പല ആളുകളും ഒക്കെ ഇതുപോലെ ഈ അമ്രാമിനെയും ജോക്കേബേദിനെയും പോലെയൊക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ that we see the plan of God in their lives. അവരുടെ ജീവിതങ്ങളിൽ ദൈവത്തിന്റെ പ്ലാനുകൾ കാണുവാൻ, ദൈവത്തിന്റെ പദ്ധതി കാണുവാൻ നമുക്ക് കഴിഞ്ഞതെങ്കിൽ എത്ര നന്നായിരുന്നു. I cannot say that I'm seeing it. No, I'm just telling you that there are things in my mind about my children that I pray. ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് കുടുംബമായിട്ട്. എന്നാൽ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് we should see their potential. അവരുടെ ആ പൊട്ടൻഷ്യൽ, അവരെന്താകാൻ പോകുന്നുവോ അത് കാണാനുള്ള മനസ്സ്. ഇപ്പൊ കർത്താവ് ഗിദെയോനെ കണ്ടേച്ച് പറഞ്ഞു, അല്ലയോ പരാക്രമശാലിയെ എന്ന് പറഞ്ഞു. He was never a mighty man of valor. He was a coward in one sense, a timid person. ശരിക്കും ഒരു ഭീരുവായ മനുഷ്യൻ എന്നാണ് നമുക്ക് വേണം പറയുന്നത്. പക്ഷെ അവന്റെ പൊട്ടൻഷ്യലിൽ അവര് കാണുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ദൈവം കണ്ട എന്നു ചോദിച്ചാൽ, ഇതാ ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്ന ഒരു ശക്തനായ ലീഡറിനെയാണ് അവിടെ കാണുന്നത്. സോ അമ്മയപ്പന്മാരെ, നമ്മുടെ മനസ്സിലും ഇതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ദർശനങ്ങൾ നമുക്ക് കർത്താവ് നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. ഓക്കെ, സോ 2 കാര്യങ്ങളാണ് ഇവിടെ വാസ്തവത്തിൽ നമ്മൾ കണ്ടത്. മോശയെ അവരുടെ മാതാപിതാക്കന്മാര് ഒളിപ്പിച്ചു വെക്കുന്നു. ഓക്കെ, they saw that he was no ordinary child. ശ്രദ്ധിച്ചോണം, he was no ordinary child. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിലൊക്കെ നമ്മളത് കാണുന്നുണ്ട്, 20-ാമത്തെ വാക്യത്തിലൊക്കെ കാണുന്നുണ്ട്. They're sensing something in him which destined him for future spiritual greatness. എന്തോ ഭാവിയിലെ വലിയ ആത്മീയമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിനുള്ള ഒരു മെറ്റീരിയലാണ്. ദിസ് ഇസ് വാട്ട് the word that I like to use. He's a special material. ഇവനിൽ എന്തോ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഇവനിലുണ്ട്. some divine potential in him എന്ന് അവര് കണ്ടു. ഓക്കെ, പിന്നെ അവരോട് പറയുന്നു, അത് ഒന്നാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, Pharaoh commanded all the male children to be killed. ഓക്കെ, അവരെ നീലനദിയിൽ ഇട്ടുകളയണം എന്നെല്ലാം പറഞ്ഞിട്ട് പോലും Moses' parents were not afraid of the king's edict. They trusted God to save Moses. God rewarded their faith. ഇവിടെയാണ് അവരുടെ വിശ്വാസം പറയുന്നത്. നമ്മളത് എക്സോഡസിൽ 2-ാം അധ്യായത്തിൽ അത് കാണുന്നുണ്ട്. അവര് എന്ത് ചെയ്തില്ല? രാജാവിന്റെ കൽപ്പനയെ ഭയപ്പെട്ടില്ല. അവര് വിശ്വാസത്തിന്റെ ഒരു സ്റ്റെപ്പ് എടുക്കുകയാണ്. ഓക്കെ, ഇവനെ ദൈവം സൂക്ഷിക്കാൻ പോവുക. God is going to do something about this child. We are not worried about what the king is going to do to us. God will take care of him. Praise God. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോണം, ഇവനെ കൊണ്ട് ആ ഞാങ്ങണപ്പെട്ടകത്തിൽ മോശയ്ക്ക് കീലുമൊക്കെ തേച്ച് അതിനെ കൊണ്ട് വെള്ളത്തിൽ കൊണ്ടിടുമ്പോൾ you see that the reed basket sealed with tar and everything. അതിനകത്ത് ഈ കുഞ്ഞിനെ കിടത്തിയേച്ച് they knew that God is going to do something about this child. That's a faith. ആ വിശ്വാസത്തെ ദൈവം ഓണർ ചെയ്യുകയാണ്. See, God is honoring that faith. Okay, അവര് കണ്ട ദർശനം ഒന്ന്, the vision they saw by faith. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. That's exactly verse 1 says. അല്ലേ, 11:1 പറയുന്ന വിശ്വാസത്തിന്റെ ഡെഫിനേഷൻ പറയുന്നത് തന്നെയാണ്. They saw by faith, and that what was in the distance was so real to them. That is called a visual certitude. നമ്മൾ പറയും a visual certainty. എന്തുകൊണ്ടോ അവരുടെ കണ്ണിൽ നാളെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഇന്ന് കണ്ടതുപോലെ. They begin to see future in the present. ഈ വർത്തമാനത്തിൽ അവർ ഭാവി കണ്ടു, അദൃശ്യമായത് ദൃശ്യമായിട്ട് കണ്ടു. So they probably saw a deliverer. They probably are someone who is going to deliver the people. And God rewarded that faith of Moses. So glorious start ആണ് വാസ്തവത്തിൽ നമ്മളിവിടെ കാണുന്നത്. Now we are coming to Moses proper. Okay, verse 24. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. By faith, when Moses became of age, refused to be called the son of Pharaoh's daughter, choosing rather to suffer affliction with the people of God than to enjoy the passing pleasures of sin, esteeming the reproach of Christ greater riches than the treasures in Egypt, for he looked to the reward
ആ വാക്യം വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വാക്യമാണ്. മോശ വളർന്നപ്പോൾ, as he come of age, when he became of age, മോശ വളർന്നപ്പോൾ, ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ, മെച്യൂരിറ്റി എത്തിയപ്പോൾ, പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാട്ടും, there's so much of in-depth things here. Bible says he refused to be called son of Pharaoh's daughter. ഫറവോന്റെ പുത്രിയുടെ മകൻ. It's a big title. It's a big title. And വേദവസ്തു ഇവിടെ പറയുന്നു, ആ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കുന്നത് നിരസിച്ചപ്പോൾ, he refused that title. Moses showed faith when he let God chart his destiny instead of allowing Pharaoh or raw ambition to do that. ഫറവോനോ തന്നെ രക്ഷിച്ച മാതാവോ തന്റെ ഭാവിയെ ചാർട്ട് ചെയ്ത്, ഭാവി വരച്ച്, ഭാവി മാപ്പ് ചെയ്യാൻ അനുവദിക്കാതെ ദൈവത്തിന് അത് വിട്ടുകൊടുത്തത് വിശ്വാസത്തിന്റെ വലിയൊരു സ്റ്റെപ്പായിട്ട് ഇവിടെ എബ്രായ ലേഖനകർത്താവ് ഇവിടെ കാണുകയാണ്. He saw that is faith. My future is in the hand of God. My future is not in the hand of the mother who rescued me. My future is not in the hand of the Pharaoh, the mighty Pharaoh. My future is good in the hand of my God. അതെന്റെ ദൈവത്തിന്റെ കരങ്ങളിലാണ് എന്റെ വിശ്വാസത്തിന്റെ മാപ്പ് ഇരിക്കുന്നത്. എന്നെ മാപ്പ് ചെയ്യുന്നത്, എന്റെ വിശ്വാസം, എന്റെ ലൈഫ് ജേർണി ചാർട്ട് ചെയ്യുന്നത് മറ്റൊന്നും ആയിരിക്കരുത്, ദൈവം. അത് ആ തീരുമാനം തന്നെ പരിശുദ്ധാത്മാവിടെ എടുത്തു കാണിച്ചു പറയാ, that is really a step of faith. അടുത്ത് പറഞ്ഞു, choosing rather to suffer affliction. ഫറവോന്റെ പുത്രന്റെ മകൻ എന്ന് വിളിക്കുന്നത് നിരസിക്കുകയും, അവിടെ പറഞ്ഞു choosing rather to suffer affliction. ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. തനിക്കൊരു കാര്യം മനസ്സിലായി, this choice, I have a choice to be known as Pharaoh's daughter. ഫറവോന്റെ പുത്രിയുടെ son of Pharaoh's daughter, ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് തന്നെ അറിയപ്പെടാം. എനിക്കിവിടെ സുഖമായിട്ട് ജീവിക്കാൻ. Nobody is going to bother me here in this palace. I'm trained in the military academy of Egypt. I'm well trained in civil engineering, in everything. മിസ്രൈമിലെ എല്ലാ വിദ്യയും അഭ്യസിച്ചതാണ്. One of the great learned persons of that day. He could have been just easy. Why he has to worry about it? ദൈവം എപ്പോഴും ഓരോ കാലങ്ങളിൽ ഇതുപോലെയുള്ള ആളുകളെ, you see Nehemiah, he was a cupbearer. In Artaxerxes palace, there was nothing to worry. His life was all settled, all going very well. പക്ഷേ നെഹമ്യാവിന്റെ ഹൃദയം എന്ന് പറയുന്നത്, not in the comfort, not in the palace. He was still worried about his homeland, Jerusalem, the burned down city walls. അവിടെ തകർന്നു കിടക്കുന്ന, തീവന്ത് കിടക്കുന്ന വാതിലുകളും മതിലുകളും ഒക്കെ ആയിരുന്നു തന്റെ ഹൃദയത്തിൽ കിടക്കുന്നത്. Even this another man here, refusing to be known as Pharaoh's daughter's son. But on the other side, he's choosing affliction. അതൊരു ചോയ്സാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോണം. ചോയ്സ് ഹാഡ് കോൺസിക്വൻസസ്. ഒരു കാര്യം ഓർത്തണം, ഏത് തീരുമാനത്തിനും അതിൻ്റെതായിട്ടുള്ള ഭവിഷ്യത്തുകള്, പരിണിത ഫലം ഉണ്ട്, കോൺസിക്വൻസസ് ഉണ്ടെന്ന് ഓർക്കണം. Moses knew that to go God's way meant suffer affliction rather to enjoy the passing pleasures of sin. See, here he was making a comparison. On the one side is the passing pleasures of sin, പാപത്തിന്റെ താൽക്കാലിക ഭോഗം. That's what he weighed it. See, ഇവിടാണ് മനുഷ്യന്റെ കണ്ണു തുറക്കേണ്ടത്. He looked at the pleasures of sin. See, ഒരു കാര്യം, പാപത്തിന് എപ്പോഴും ഒരു പ്ലഷർ ഉണ്ട്. There's always a pleasure attached to sin. If there's no pleasure, who would want to sin? പാപം ആർക്ക് ചെയ്യാൻ ഇഷ്ടം ഉള്ളത്? There's a pleasure, there's joy, there's some kind of a pleasure attached to the sin. But on the other side, he saw the suffering that he is going to face because of the choice that he is making. താൻ എടുത്ത ഈ തീരുമാനം കൊണ്ട് താൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടപ്പാടുകൾ താൻ കണ്ടു.
ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ താൻ വേ ചെയ്യാൻ തുടങ്ങി. സഫറിങ് ബിക്കോസ് ഐ റിഫ്യൂസ് ദിസ് ടൈറ്റിൽ ആൻഡ് ലൈഫ് ഹിയർ ഇൻ ദ പാലസ്. ഈ രാജധാനിയിലെ ജീവിതവും ഈ ടൈറ്റിൽ ഞാൻ ഉപേക്ഷിക്കുന്നു. പാപത്തിന്റെ സകല താൽക്കാലിക ഭോഗങ്ങളും ഞാൻ തള്ളിക്കളയുന്നു. But on the other side, that means I'm going to be experiencing trouble in the future. ഈ തീരുമാനം കൊണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഞാൻ നേരിടേണ്ടി വരും. ഓക്കെ, ഒരു കാര്യം, so Moses properly saw them as passing. So ഒരു കാര്യം ഓർത്തോണം, ഈ ടൈറ്റിലും അതുപോലെ പാപത്തിന്റെ താൽക്കാലിക ഭോഗവും എല്ലാം പാസിംഗ് ആണ്. ഇത് കഴിഞ്ഞു പോകുന്നതാണ്. ഇത് ടെമ്പററി ആണ്. ദിസ് ഹാസ് നോ ഇറ്റേണൽ വാല്യൂ എന്ന് തനിക്ക് മനസ്സിലായി. So this is something you and I really need. ഈ ഭൂമിയിൽ കാണുന്ന ഒരു സാധനവും nothing is eternal. Nothing is eternal. നിങ്ങൾ ചിന്തിച്ച് കാണുമല്ലോ, ഈ ജർമ്മനിയിലും റഷ്യയിലും ഒക്കെ, പോളണ്ട് ആദ്യ സ്ഥലങ്ങളിലൊക്കെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആളുകളായിരുന്നു യഹൂദന്മാര്. ഈവൻ ഇൻ ഡമാസ്കസ് ഏരിയ, ഇറാഖിലും ഇറാനിലും എല്ലാം they were the most flourishing community. എല്ലാ ബിസിനസ്സുകളും എല്ലാവർക്കായിരുന്നു. But see what happened? All of a sudden they had to leave everything and run for their life. നമുക്കറിയത്തില്ല, ഒരു ഗവൺമെന്റ് വന്നു മനുഷ്യന്റെ ചിന്താഗതി മാറിക്കഴിയുമ്പോൾ ഇതെല്ലാം വിട്ടേക്ക് മനുഷ്യൻ ഓടേണ്ടി വരും. Nothing is permanent. Nothing is going to last forever. Your health is not going to last forever. Your job is not going to last forever. നമുക്കുള്ളതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. നമ്മുടെ സൗന്ദര്യം നമുക്ക് നിലനിർത്താൻ ഒക്കത്തില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കളറൊക്കെ അടിച്ച് പെയിന്റൊക്കെ അടിച്ച് കുറച്ചൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാന്ന് വെച്ചാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് you will not be able to do that. That's, you look at the whole world today, in fashion industry, you know, cosmetics, there's so many things, but you see on the these things will not last forever. ഇതൊന്നും അന്ത്യത്തോളം നിൽക്കുകയില്ല. ഇതെല്ലാം പാസിംഗ് ആണ് എന്ന് തനിക്ക് മനസ്സിലായി. ഓക്കെ, ഓൾറൈറ്റ്. സോ തനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ആയുസ് മുഴുവൻ, ഓക്കെ, ഈ ആയുസ് മുഴുവൻ എൻ്റെ ഈ ലോക ജീവിതത്തിൽ ഞാൻ എർത്തലി ലൈഫിൽ ഞാൻ സഫർ ചെയ്യേണ്ടി വന്നാലും, this is exactly what he's calculating. Okay, he saw them as passing, even if they should last our entire. ഈ ഭൂമിയിലെ ഇനിയും വിചാരിച്ചു, ഇനി ഭൂമിയിൽ നിങ്ങൾ മരിക്കുന്നത് വരെ ഇതെല്ലാം ഉണ്ടെന്ന് വെച്ചു. Okay, let's say we enjoy the whole thing until the last breath. നിങ്ങൾ പറയാം, എനിക്കൊന്നും നഷ്ടമായില്ല, സന്തോഷമായിട്ട് ഞാൻ ജീവിച്ചു, good. But I tell you something, they will not accompany you to the other side. ഇവിടെ കൊണ്ട് തീർന്നു, ഗ്രേവ് കൊണ്ട് തീർന്നു, ഈ ശ്മശാനം കൊണ്ട് അവസാനിക്കുക. These pleasures will never follow you to the next place. So this is what he saw by faith. അവിടെ പറഞ്ഞത് the reproach of Christ, അവിടെ എഴുതിയിരിക്കുന്ന ക്രിസ്തുവിന്റെ നിന്ന. ഓക്കെ, വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടി കഷ്ടമനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രന്റെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. So the question come to us is actually, why did Moses make this choice? എന്തുകൊണ്ടായിരിക്കും മോശ ഇത്ര വലിയൊരു തീരുമാനം എടുക്കാൻ കാരണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. മിസ്രൈമിലെ നിക്ഷേപങ്ങൾ, see, he regarded abuse for Christ as preferable to the material treasures of Egypt. മിസ്രൈമിലെ സകല നന്മകളെക്കാട്ടിലും ഒക്കെ, നിക്ഷേപങ്ങളെക്കാട്ടിലും ക്രിസ്തുവിന്റെ നിന്ന ചുമക്കുന്നത് തനിക്ക് വലിയ ധനം എന്ന് തന്നെ. Moses' palace friends must have regarded, you know, probably this choice as stupid. അവർ പറഞ്ഞാണ്, എന്തുവാടോ ഇയാൾ തീരുമാനിക്കുന്നത്? Why are you running away from this palace? എന്തിനാണ് നിങ്ങളൊന്ന് പോകേണ്ടത്? But Moses was looking ahead to his reward. തന്റെ ആ റിവാർഡ്, പ്രതിഫലത്തെ താൻ നോക്കിയായിരുന്നു. See, pleasures of sin, പാപത്തിന്റെ താൽക്കാലിക ഭോഗമുണ്ട്. മറുസ്ഥലത്ത് നമ്മൾ കാണുന്നത് നമ്മുടെ റിവാർഡ്, നമ്മുടെ പ്രതിഫലം.
പ്രതിഫലം നോക്കിയത് കൊണ്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. പ്രതിഫലം നോക്കി. ഐ മീൻ he was logically thinking. താൻ ചിന്തിക്കുകയായിരുന്നു കേട്ടോ. വിശ്വാസത്തിൽ പ്രതിഫലം താൻ കണ്ടു. So this is very പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നല്ലപോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. കാരണം എന്തുവാ? ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിട്ടുണ്ട്. So he saw this thing from the beginning. അതുകൊണ്ട് പറഞ്ഞ പിൻപിലുള്ളതെല്ലാം ഞാൻ മറന്ന് മുൻപിലുള്ളതിനു വേണ്ടി I press on to the goal. I press on. I'm just press on. So ഞാൻ മുൻപോട്ട് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. Because I wanted to achieve. എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നേ ഉള്ളൂ. So that I may apprehend, I may just capture that for which the Lord has taken hold of me. So I want to take hold of that for which the Lord has taken hold of me. അപ്പൊ തന്റെ ആഗ്രഹം എനിക്ക് അതൊന്ന് പിടിക്കാമെന്ന് ഓർത്ത് താൻ ഓടുകയാണ്. സോ ഇതുപോലെ തന്നെ മോശയും വാസ്തവത്തിൽ ഇവിടെ ഇത് കാണുകയാണ്. Okay, looking for his reward. Moses knew that spiritual treasures would last while material advantages would disappear and deceive. അതൊരു ദിവസം നമ്മളെ വിട്ട് പോകും എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നു. Okay, so this would mean that he received the same type. എന്തുകൊണ്ടാണ്? ക്രിസ്തുവിന്റെ നിന്ന. Where is Christ in this picture? Where is Christ in the Old Testament? അപ്പൊ അവിടെ ഈ എബ്രായ ലേഖന കർത്താവ് എഴുതിയിരിക്കുകയാണ് ക്രിസ്തുവിന്റെ നിന്ന. സോ മോശ ജീവിച്ചിരിക്കുന്ന ആ സമയത്ത് അവിടെ നിന്ന് താൻ വിശ്വാസത്തിൽ by faith he see the suffering of Christ. Maybe he got a sense of it. എന്തോ താൻ വിശ്വാസത്തിൽ തന്നെ കാണുക. Okay, he received the same type of persecution which Christ later received. ശ്രദ്ധിച്ചോണം, ക്രിസ്തു അനുഭവിച്ച അതേ നിന്നയും കഷ്ടപ്പാടും മോശ അതിന്റെ ഒരു പ്രോട്ടോടൈപ്പ് ആയിട്ട് അത്രയും ഇതിലെന്ന് വെച്ചു. ബട്ട് സ്റ്റിൽ ഹി ഈസ് എക്സ്പീരിയൻസിങ്. ഹിയർ ഈസ് എ മാൻ ഹു ഹാസ് നോ റീസൺ ടു ലീവ് പാലസ്. ഈ കൊട്ടാരം വിടാനായിട്ട് ഒരു കാരണങ്ങളും ഇല്ല, പോകേണ്ട ഒരാവശ്യമില്ല. പക്ഷേ താൻ പോവുകയാണ്. Because he want to deliver his people. Someone has to deliver them. Moses volunteers for the job. See, look at what happened to us. നമ്മൾ ഇതുപോലെ അടിമയാക്കണം. We were all slaves. They were slaves in Egypt. We were slave to sin. We are slave to sin, or we were slave to sin. നമ്മളും പാപത്തിന് അടിമകളായിരുന്നു. So to relieve us, to set us free, to liberate us, നമ്മളെ വിടുവിക്കുവാൻ another Moses. Okay, just think about it. മോശ പറഞ്ഞു എന്നെ പോലെ മറ്റൊരു പ്രവാചകൻ വരുമെന്ന് പറയുന്നുണ്ട്. So there is some kind of a similarity between Moses and Jesus. Moses said there will be another prophet exactly like me who would come. നമുക്കറിയാം, ഈ ഇന്നലെയൊക്കെ നമ്മൾ we were studying the book of Acts. അതിനകത്ത് നമ്മൾ കണ്ടു ആ കോട്ടൊക്കെ എടുത്താണ് ഈ അപ്പോസ്തലന്മാര് പ്രസംഗിക്കുന്നത്. Moses said there will be another prophet like me. So they were connecting with Christ. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ക്രൈസ്റ്റ് ആൻഡ് മോസസ്, മോശയും ക്രിസ്തുവും തമ്മിൽ എന്തോ ഒരു ബന്ധം നമുക്ക് വാസ്തവത്തിലൂടെ കാണാൻ കഴിയുന്നു. ഇതുപോലെ ക്രിസ്തുവും തന്റെ ഒരു കൊട്ടാരം വിട്ടേച്ച് he lives his palace. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, വേഷത്തിൽ മനുഷ്യനായി മാറി. So now you see Pharaoh's daughter's son, ഫറവോന്റെ പുത്രി. Maybe he could be a next Pharaoh. ഒരുപക്ഷെങ്കിൽ അടുത്ത ഫറവോ ആവാനുള്ള ചാൻസ് ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട് അതിനൊക്കെ. ബട്ട് അതെല്ലാം ഉപേക്ഷിച്ചിട്ട് he comes down and he suffered. You see Christ years later. You see മോശ സഫർ ചെയ്തതിനേക്കാൾ ഗ്രേറ്റർ ഡിഗ്രിയിൽ നമുക്ക് വേണ്ടി കർത്താവ് ക്രിസ്തുവിന്റെ നിന്ന അത് താന് അവിടെ അനുഭവിക്കുക, വലിയ ധനം എന്ന് താന് അനുഭവിക്കുക. Okay, so the writer thought of Christ as being identified with the suffering of the Old Testament saints. So പഴയ നിയമ വിശ്വാസികളോട് ചേർന്ന് നമ്മൾ കർത്താവ് അവർക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുക. Isaiah would say that God was distressed when his people suffered distress. 61 അധ്യായത്തിലൊക്കെ നമ്മളത് കാണുന്നുണ്ട്. തന്റെ ജനത്തിന്റെ കഷ്ടത കണ്ടേച്ച് ദൈവത്തിന് സ്വർഗത്തിൽ ഇരിപ്പാൻ ചെയ്തു. Same way Christ also identified with the suffering of his people. തന്റെ ജനത്തിന്റെ കഷ്ടത കണ്ടിട്ട് അവർക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്, അവരുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്
ഇറങ്ങി വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. Alright, പിന്നെ എഴുതിയിരിക്കുന്നു verse 27, വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. By faith he forsook Egypt, not fearing the wrath of the king, for he endured as seeing him who is invisible. Amen. Hallelujah. അവിടെ പറഞ്ഞിരിക്കുന്നു, വിശ്വാസത്താൽ അവൻ അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. അതുകൊണ്ട് രാജാവിന്റെ കോപത്തെ ഭയപ്പെട്ടില്ല. മിസ്രയീം പോയി. So when he was leaving Egypt, he was not afraid of the king. He was not afraid king harming him or Pharaoh harming him, because he saw the invisible God as so visible. ഇതാണ് അദൃശ്യനായ ദൈവത്തെ ദൃശ്യനായിട്ട് കണ്ടു. ഓക്കെ, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറയുന്നത്. This is the assurance of things that is not seen, invisible. അദൃശ്യമായ കാര്യങ്ങൾ ദൃശ്യമായിട്ട് മോശ കാണുകയാണ്. That gave him the confidence to move forward. So that is also, is credited to him as faith. Okay, രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോകുന്നു. Okay, so Moses' natural eyes could see danger from Pharaoh, and he understood the danger in remaining anywhere near Egypt. തനിക്കൊരു കാര്യം മനസ്സിലായി, ഈ മിസ്രയീമിലെങ്ങും അടുത്തെങ്ങും നിന്നാൽ രക്ഷയുണ്ടാകത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. That his eyes of faith could see who is invisible, and he understood that God was greater fact in the situation than angry Pharaoh was. So കോപിഷ്ഠനായ ഫറവോനെക്കാട്ടിലും ശക്തനാണ് എന്റെ ദൈവം എന്ന് വിശ്വാസത്താൽ മോശ കണ്ടു. അതുകൊണ്ട് ഫറവോനെ ഭയപ്പെട്ടില്ല. മാനുഷികമായി സംസാരിച്ചാൽ he knows, I'm just saying both times. ആദ്യം താൻ ഓടിപ്പോന്നു. I think this is probably referring to him leaving with the great multitude of people. ഇത്രയും ആളുകളുമായിട്ട് പുറപ്പെട്ടു പോരുന്ന ആ സമയമാണ്. ആ പുറപ്പെട്ടു വരുമ്പോൾ തനിക്ക് ഫറവോനെ അറിയാം. He knows, he lived in the palace. He knows that Pharaoh would change his mind. ഫറവോന്റെ മനസ്സ് മാറാതെ സമയമൊന്നും വേണ്ട. Because you see in all the plague, അല്ലേ, ആ 10 പാതകൾ അയക്കുന്ന സമയത്ത് every time he changed his mind. He said, oh, I'm not going to. Yeah, you can go. Then he changed his mind. No, you don't need to go. You can go. Bible says then he changed his mind. Bible says there are times God hardened his heart. ദൈവം ചില സമയത്ത് ഈ ഫറവോന്റെ ഹൃദയത്തെ ദൈവം അറിഞ്ഞുകൊണ്ട് കഠിനപ്പെടുത്തുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അടുത്തവിടെ അതാണ് അവിടെ വായിക്കുന്നത്. വിശ്വാസത്താൽ, now that is very important. It's only by faith, because he saw the invisible God. That's the reason he did not fear. So the departure from Egypt എന്നിവിടെ പറയുന്ന മിസ്രയീം വിട്ടുപോകുന്നു എന്ന് പറയുന്നത് probably is not referring to the initial flight after killing the Egyptians. ആദ്യത്തെ മിസ്രയീമിനെ കൊന്നേച്ച് ഓടിപ്പോകുന്ന ആ പോക്കിനെ കുറിച്ചല്ലായിരിക്കും ഇവിടെ ഈ എബ്രായ ലേഖനകർത്താവ് ഉദ്ദേശിക്കുന്നത്. I think the Hebrew writer is probably referring to the second time when he was leading this 2 million or 3 million people out of Egypt. I mean, all the reasons to fear. ഭയപ്പെടാൻ ഭയങ്കരമായ ചാൻസസ് മാനുഷികമായിട്ടുണ്ട്. But he saw the invisible God as visible. അദൃശ്യനായ ദൈവത്തെ ദൃശ്യനായിട്ട് താൻ എന്ത് ചെയ്യുക, ഇവിടെ കാണുകയാണ്. Okay, verse 28. വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിക്കുവാൻ പെസഹായും ചോരത്തളിയും ആചരിച്ചു. Okay, that's another thing. By faith he kept Passover and sprinkling of blood, lest he who destroyed the firstborn should touch them. Okay, ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, വിശ്വാസത്താൽ എന്ത് ചെയ്തു, കടിഞ്ഞൂൽ സംഹാരകൻ ഇസ്രായേൽ മക്കളെ തൊടാതിരിക്കേണ്ടതിന് പെസഹ ആചരിച്ചു. ആ പെസഹ കുഞ്ഞാടിന്റെ രക്തം എടുത്ത് കട്ടളക്കാലിന്മേലും കുടിമന്മേലും പുരട്ടി. So he smeared, asked the people to smear the blood of the Passover lamb on the front door.
on the lintel, on the door frame. Okay. അപ്പം ഒരു കാര്യം ഓർക്കണം, it took faith. വിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് ഇത് ചെയ്യാനൊക്കെ. Think about it. വിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് ഇത് നടക്കൂല. It takes faith to believe that that the blood of the lamb on the doorpost would save a household from the terror of the angel of death. But Moses had that faith. He led the nation in observing Passover. So നമ്മൾ വിചാരിക്കും ഈ Passover ഒരു പെസഹ കൂടി, പെസഹ കുഞ്ഞാടിനെ കഴിച്ചു, കൈപ്പീരോടുകൂടെ കഴിച്ചു, with the bitter herb, they ate the Passover lamb and they left. But I want you to know something. It takes faith. It takes faith. You know that the angel of death is coming. മരണദൂതനോട് വരാൻ പോവുക, മുഴുവൻ entire land of Egypt. And he said, all that you need to do is stay inside of your house, eat the Passover meal, Passover lamb. Make sure you put the blood on the doorpost. ഇത്രയും ചെയ്താൽ മതി, നിങ്ങളിലോ ഒരു കുഞ്ഞു മരിക്കത്തില്ല. Nobody is going to die. To say that, it requires faith. അതാണ് ഇവിടെ ഈ എബ്രായ ലേഖനകർത്താവ് എടുത്തു പറയാണ്, വിശ്വാസത്താലാണ് പെസഹ ആചരിച്ചത്. വിശ്വാസത്താലാണ് അതിന്റെ ചോര അവിടെ പുരട്ടിയത്. നമുക്കറിയാം, ഈ കോവിഡ് സമയത്ത് ഉണ്ടായ ഒരു വലിയ പാട്ടുണ്ട്, യേശുവിൻ നാമം എൻ്റെ പ്രാണൻ രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ്റെ വീടിന് മുദ്ര. അതൊക്കെ നമ്മൾ പാടുമ്പോഴും അത് ഓർക്കണം, വിശ്വാസത്തിന്റെ ഒരു സ്റ്റെപ്പായിരുന്നു. It was a step of faith. Okay? Lest he should be destroyed by the firstborn, lest he who destroyed the firstborn should touch them. So those who did not share the faith of Moses, an obedient Israel found the firstborn sons. ശ്രദ്ധിച്ചോണം, ഈ മോശ പറഞ്ഞത് കേൾക്കാത്ത, ഡിസൊബീഡിയന്റ് ആയിട്ടുള്ള, അനുസരണക്കേട് കാണിച്ച സകല മനുഷ്യരുടെയും ഫസ്റ്റ്ബോൺ, ആദിപുത്രൻ ആ കടിഞ്ഞൂല് സംഹരിക്കപ്പെട്ടു പോയി. Okay? Because they did not trust in the blood of the Passover lamb. ആ പെസഹ കുഞ്ഞാടിന്റെ രക്തത്തിൽ അവർ വിശ്വസിച്ചില്ല. But Moses had the faith. Okay? മോശയ്ക്ക് ആ പെസഹയിൽ ഭയങ്കര വിശ്വാസമായിരുന്നു. Praise God. അവിടെ പിന്നെയും നമ്മൾ പല കാര്യങ്ങൾ വായിക്കുന്നുണ്ട്. വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ, this next thing is actually talking about verse 29 onwards, is really talking about the faith of the people of Israel. Okay? ഇസ്രായേൽ മക്കളുടെ വിശ്വാസത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഈ അദൃശ്യനായ ദൈവത്തെ കണ്ടു എന്ന ആ ചിന്ത, okay, seeing him who is invisible. Okay? അപ്പം അദൃശ്യനായ ദൈവത്തെ കണ്ടു എന്ന ആ ചിന്ത, ഒന്ന് രണ്ട് കാര്യങ്ങൾ അത് സംബന്ധിച്ച് ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുക. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുക. ബൈ ഫെയ്ത്തിൽ he endured as seeing him who is unseen. അദൃശ്യനായ ദൈവത്തെ കണ്ടുകൊണ്ട് തന്നെ ജീവിക്കുക. അതിന്റെ സ്പിരിച്വൽ ഇംപ്ലിക്കേഷൻസ് വാസ്തവത്തിൽ എന്തായിരിക്കും ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഈ എന്തായിരിക്കും ഇവരുടെ ഈ ഇങ്ങനെ കാണുന്ന, നമ്മൾ കണ്ടല്ലോ, ഒരു Moses was a very special child. So what would be the qualities or characteristics of people, those who see him? What are the traits enjoyed by those people who see him? Okay, ഈ ദൈവത്തെ, ഈ അദർശനായ ദൈവത്തെ, അല്ലെങ്കിൽ ഈ ദൈവദർശനം കാണുന്ന ആളുകളുടെ പ്രത്യേകതകൾ വാസ്തവത്തിൽ എന്തായിരിക്കും? നമുക്ക് ഈ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതേപ്പറ്റി പറഞ്ഞ് ഞാൻ ഇന്ന് ആ ഭാഗം ഇവിടെ അവസാനിപ്പിക്കാം. ഈ 23 വാക്യത്തിൽ നമ്മൾ കാണുന്നു, വിശ്വാസത്താൽ മോശയുടെ ജനനത്തിൽ ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പന്മാര് കണ്ടു. സോ
One thing is actually, this is a very special birth. Okay? People want to just see this invisible God. അദൃശ്യനായ ദൈവത്തെ കണ്ട ആളുകൾ, അവരുടെ പ്രത്യേകതകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എ സ്പെഷ്യൽ ബർത്ത്, ഒരു പ്രത്യേക ജനനം, ഇല്ലയോ? ഈ കർത്താവ് ആ ജനനം നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നമ്മൾ ചിന്തിക്കാൻ വെക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, John 3:3-7 ഇങ്ങനെ വായിക്കുന്നു. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. Jesus speaking to Nicodemus. Unless you're born anew, no one can see the kingdom. So a special birth, ഒരു പ്രത്യേക ജനനം നമുക്കുണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുക. Why are you marveling at this thing? Why are you, can you not believe when I said you must be born again? So that it takes a birth. Okay? The new birth brings us into a place of blessing. ഒരു വലിയ അനുഗ്രഹത്തിലേക്ക് ദൈവം ഈ ജനനം നമ്മളെ വാസത്തിൽ കൊണ്ടുവരുന്നുണ്ട്. എഫെസ്യ ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തില്, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങളിപ്പോൾ ക്രിസ്തു യേശുവിൽ, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥ. So because of this birth, what happened? We who were far off, we've been brought closer. നമുക്ക് അടുത്ത് വരുവാൻ ദൈവം ഇടയാക്കി. നമ്മള് ഈ റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, Romans 8:7, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാവുന്നു. I mean, the thoughts of the flesh are always, in opposition to God. Okay, it's enmity with God. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ കഴിയുന്ന, it does not enjoy the law of the Lord, and it cannot submit to the law of the Lord. ഈ പല ആളുകളും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടോ? പല ആളുകളും, ഞാനിപ്പം ഈ ആത്മീയത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, പലർക്കും ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, അതിന് കീഴ്പ്പെടാനും അതനുസരിക്കാനും കഴിയുന്നില്ല. അവര് പള്ളി വരുന്ന ആളുകളാണ്. They are in the church. I'm not talking about our church. I'm talking about Christianity in general. പള്ളി വരുന്ന ആളുകളാണ്. They call themselves Christians, but they simply cannot obey God. The reason for that is it's because it cannot. അതിന് കഴിയത്തില്ല എന്നുള്ളതാണ് കാര്യം. ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു മാനസാന്തരം ഉണ്ടായിട്ടില്ല. That's a problem. Okay? ഞാൻ സാധാരണ ഇത് പറയുമ്പം ആളുകൾക്ക് ഇഷ്ടപ്പെടാറില്ല. But I'm just telling you, listen, because the mind set on flesh is hostile toward God, for it does not subject itself to the law of God, for it is not even able to do so. So അവിടെ പറഞ്ഞിരിക്കുന്നത്, കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, the mind set on the flesh is hostile to God. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ് എന്ന് പറഞ്ഞാൽ ഈ പുള്ളിയുടെ ഓറിയന്റേഷൻ, let's take this believer, ഈ ബിലീവറിന്റെ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ആ ചിന്താരീതി എപ്പോഴും ജഡത്തിന്റെ ചിന്തയാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ജഡത്തിന്റെ എന്താ പറഞ്ഞാൽ അഴുക്ക് കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട കേട്ടോ. ജഡത്തിന് പല അർത്ഥങ്ങളുണ്ട്. There are so many meanings to flesh. It says that mind set on flesh is, mind that is set on flesh is hostile toward God. And the previous verse was, for mind set on flesh is death, but the mind set on the spirit is life and peace. ശ്രദ്ധിച്ചോണം, മൈൻഡ് സെറ്റ് ഓൺ സ്പിരിറ്റ് ഇസ്, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവുമാണ്. ഓക്കെ, ആ കമ്പാരിസൺ പറഞ്ഞു വെച്ച്, now right here in verse 7 says ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്. Okay, the mind set on flesh is hostile toward God. അടുത്ത്, it does not subject itself to the law of God. ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക്, ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. ന്യായപ്രമാണം എന്ന് പറയുന്നത്, now as we talk about the ന്യായപ്രമാണം, the law of God is the word of God. It does not submit to the law of God. അവർ പള്ളി വരും, ഉപദേശ പ്രസംഗം കേൾക്കും, they will listen to the pastor.
And then they will say in their heart, I'm not going to do what this fool says. You want me to go ask forgiveness because he says so? Because he says, if I don't forgive, then God cannot forgive. I don't need that forgiveness. നിങ്ങൾ ഭൂമിയിൽ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കത്തില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപദേശം എടുത്ത് പ്രസംഗിക്കുക. അതിന്റെ ആപ്ലിക്കേഷൻസ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൽ പറയാം, I'm not going to believe it. I don't believe it. I don't need to do that. I am not going to apologize. So who is driving you? Is your mind set on the spirit or your mind set on the flesh? Okay. Mind says, no, Bible says you should read your word. എവിടെ വായിക്കുന്നേ? എവിടെ പ്രാർത്ഥിക്കുന്നേ? എവിടെ നീ കൊടുക്കുന്നേ? Bible says that you shall be my witnesses. You should witness. നീ എന്റെ സാക്ഷിയാണ്. Go into all the world. Preach the gospel. അവസരം കിട്ടുമ്പോഴെല്ലാം സുവിശേഷം പറയണം. എവിടെ കേൾക്കാനാ? ഇതിങ്ങനെ കയറി ഇതിലൂടെ പോവുക. It doesn't touch your heart. It's been decades that you have ever shared a gospel with somebody. 10 കൊല്ലമായി അല്ലെങ്കിൽ പല ഡെക്കേഡ്സ് ആയി ഇതുവരെയായിട്ട് ഒരു സുവിശേഷത്തിന്റെ ഒരു ലഘുല ഒരു മനുഷ്യന് കൊടുത്തിട്ടില്ല. Never shared, never told somebody, man, trust in God. God, Jesus died for you on the cross. Why is that we don't say it? These are questions that we need to really ask. Moshe pole, you are seeing the invisible God as real. അത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ you must have a special birth. Moses was very special at his birth. His parents saw something special about it. Jesus said, you must be born again. Unless you're born again, you'll never see the kingdom. I'm talking to people. Just listen. I'm saying about people in Christendom, people in the church. Those who will not submit to God's word. വചനത്തിന് കീഴ്പ്പെടാത്ത ആളുകൾ. ആത്മാവിന് കീഴ്പ്പെടും. നമ്മൾ പറയും, you must be filled with the Holy Spirit. It's a commandment. എഫെസ്യർ എഴുതി പറയുന്നുണ്ട്, do not get drunk on wine, which leads to debauchery, but be filled with the Holy Spirit. ആത്മാവ് അതൊരു കമാൻഡർ. Oh, I don't need Holy Spirit. Holy Spirit ഒക്കെ എനിക്ക് ഇത്ര മതി. I don't need God. I don't need അത്ര മതി. I don't need Bible study. I don't need any of these things. A serious question that needs to be asked is your mind set on flesh? If that's so, Bible says it is hostile to God. അത് ദൈവത്തോട് ശത്രുത്വമാണ്. ദൈവത്തോട് ശത്രുത്വമാണ്. It does not subject itself to the law of God. അത് ദൈവത്തിന്റെ വചനത്തിന് കീഴടങ്ങുന്നില്ല. വേദോസം പറയും, എന്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവനെ ഞാൻ കടാക്ഷിക്കും. I will show favor upon him who trembles at my word. വചനം കേൾക്കുമ്പോൾ ഒരു നടുക്കം, വചനം കൊണ്ട് കുത്തുകൊണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ആക്ട്സ് 2 പെന്റക്കോസ്റ്റ് ഇതൊക്കെ വായിക്കുകയാണ്. പത്രോസ് അങ്ങോട്ട് കയറി പ്രസംഗിച്ചപ്പോൾ കുത്തുകൊണ്ട് കയറിയ, what must we do? Gentlemen, tell us, brethren, what must we do? ഞങ്ങൾ എന്ത് ചെയ്യണം? That's a prepared ground. Now here, no, I will not submit. The truth is, it is not even able to do so. ഇതിന് കീഴ്പ്പെടാൻ കഴിയത്തില്ല. Why? ഫണ്ടമെന്റലായിട്ട് ഒരു മാനസാന്തരം ഉണ്ടായിട്ടില്ല, ഒരു റീബർത്ത് ഉണ്ടായിട്ടില്ല, ഒരു ജനനം ഉണ്ടായിട്ടില്ല. അദൃശ്യനായി ദൈവത്തെ കാണുന്നയാളുടെ ഒരു വലിയ ലക്ഷണം എന്ന് പറയുന്നത് he is born again. ഞാൻ ഈ പിള്ളേരോടൊക്കെ ചോദിക്കും, മക്കളെ എന്നാ നീ വീണ്ടും ജനിച്ചത്? You hear me talk about this all the time. When? What day you gave your heart to Jesus? I don't need to know the date. If you don't know the date, it's fine. Because I do not know the exact date. I know the time. I know when that happened, not the exact date. Maybe I go back, I might be able to find that. But I know the time. But a question to all who listen to me. I know you all have a date. If you don't have, there's any doubt in your heart, you better make sure that you have that day when you were born into the kingdom.
Because unless you die, you cannot born. You cannot be alive in two worlds at the same time. ഒരിടത്ത് മരിക്കുമ്പോൾ ഒരിടത്ത് ജനിക്കും. When you die to this world, you are born into the kingdom. When you are born in the kingdom, you are dead to the world. You cannot be alive to the world and alive to the kingdom at the same time. No, that cannot happen. രണ്ട് തോണി പോകാനൊക്കത്തില്ല, രണ്ട് യജമാനന്മാരെ സേവിക്കാനൊക്കത്തില്ല. സോ നമ്മുടെ ആ ജെനുവിൻ എക്സ്പീരിയൻസ്. എനിക്കൊത്തിരി കാര്യം, എനിക്ക് സങ്കടം എന്ന് ചോദിച്ചാൽ, I think I'm just going to stop here. ഈ കർത്താവ് വരുമ്പോൾ കാഹളം ധനിക്കുമ്പോൾ നമുക്കറിയാം, the Lord will return. That's called the rapture of the church. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതാണ്, ഇല്ലയോ? Those who are dead by the time, and if you are really received Christ as your Savior, lived as a child of God, your heart was set on the Spirit, not on the flesh. അങ്ങനെ മരിച്ച ഒരാള് കാഹളം ധനിക്കുമ്പോൾ എണീക്കും. You will rise up from your grave. Amen. പിന്നെ ഒരു കൂട്ടം ആളുകളുണ്ട്, those of people who are alive. കർത്താവ് വരുമ്പോൾ നമ്മളെല്ലാവരും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, who is going to be transformed? Not those who attended IPC Orlando. That's not a criteria. IPC Orlandoയിൽ ഞാൻ അറ്റൻഡ് ചെയ്തു എന്ന കാരണത്താൽ നിങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകത്തില്ല. Okay, that's an advantage. പക്ഷെ എന്നാൽ യേശുക്രിസ്തു വീണ്ടും ജനനം പ്രാപിച്ചെന്ന് ഉറപ്പുവരുത്തിയ ആളുകൾ, you are absolutely sure, I have received Christ, I am born again, I'm born into God's kingdom. I know it. How do you know? Because I have a spirit wants to submit to the Holy Spirit. I have a spirit want to submit to the word of God. ദൈവവചനത്തിന് കീഴ്പ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ട്. യെസ്, എൻ്റെ അകത്ത് സ്ട്രഗിളൊക്കെ ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ചിലപ്പം വീഴുന്നില്ല. പക്ഷേ if your orientation majority of the time, I don't want to listen to God, I don't want to listen to God's word, I don't want to submit to God's word, it means a clear evidence that you're not born again. അങ്ങനെ ജീവിക്കുന്ന ആളുകള് കാഹളം ധനിക്കുമ്പോ പോകും, കൈവിടപ്പെട്ടു പോകും. They will not be taken up. How sad that is going to be. എന്താ സങ്കടമായിരിക്കും. 30 കൊല്ലം 20 കൊല്ലം 40 കൊല്ലം ഒക്കെ ആലയത്തിൽ പോയി ഇരുന്നേച്ച് കാഹളം ധനിച്ചപ്പോ പോയില്ലെങ്കിൽ എന്താ സങ്കടാപ്പാ. അത് ഒരു കുഞ്ഞിനും ഉണ്ടാകരുത്. IPC ഒർലാൻഡോയിൽ ഞാൻ പാസ്റ്ററായിരിക്കുന്ന ഈ സഭയിൽ ഒറ്റ കുഞ്ഞിന് അനുഭവം ഉണ്ടാകരുത്. എനിക്കറിയാം, എന്നെ കേൾക്കുന്ന എല്ലാ ആളുകളും കർത്താവിനെ സ്നേഹിക്കുന്ന ആളുകളാണെന്ന് എനിക്കറിയാം. എന്നാൽ I'm just simply telling you, we just need to make sure we are truly born again. അദൃശ്യനായ ദൈവത്തെ കണ്ടവരുടെ ഒരു വലിയ ലക്ഷണം, they had a very special birth. Okay, very special birth. ഈ യോഹന്നാൻ 14 തന്നെ വേറൊരു വാക്യം പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. Okay, if you love me, you will keep my commandments. This is John 14 verse 15. അതാണ് ഞാൻ വായിച്ചത്. Okay, if you love me, you will keep my commandments. Okay, verse 20, അതിന്റെ 21ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകും. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. Praise God. ഞാനും എന്ത് ചെയ്യും? അവനെ സ്നേഹിക്കും, എന്നെ തന്നെ അവനെ വെളിപ്പെടുത്തും. എന്റെ കൽപ്പന. See, he who has my commandments and keeps them is the one who loves me. And he who loves me will be loved by my Father, and I will love him and disclose myself to him. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തത്തുള്ളൂ. ഇവിടെയാണ് അദൃശ്യനായ ദൈവത്തെ കാണുന്നത്. അദൃശ്യനായ ദൈവത്തെ കാണുന്നുണ്ടെങ്കിൽ Moses says you should live a separated life. ആ chapter 11 24-25 ഒക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, clean living brings us closer to the Lord. Clean living. നമ്മുടെ കൊരിന്ത്യലേഖനത്തിൽ
പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്. I'll read that portion of scripture, then we will close here. This is actually 2 Corinthians chapter 6. Okay, 6-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. Okay, അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിക്കുവിൻ എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. അശുദ്ധമായതും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളിച്ചെയ്യുന്നു. And therefore come out from the midst of and be separate, says the Lord. Do not touch what is unclean, and I will welcome you. Come out of them. Be separate. നമുക്കറിയാം പെന്തിക്കോസ്റ്റൽ ചർച്ചസിലെ ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു. One of the greatest teachings in Pentecostal churches was called separation. വേർപാട്. രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുക, വേർപാട് ആചരിക്കുക. Very important. This was foundational thing to our believers' lives. This was by-hearted by people. People knew this. See, Isaiah 59 ഇങ്ങനെ വായിക്കുന്നു, 59:2. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്ര നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കും. What has divided you and your God is your own iniquity. This is Isaiah says in 59 verse 2. നിങ്ങളുടെ പാപങ്ങൾ അത്ര അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുവാൻ. One of the reasons why God is hiding his face so that you don't see his face, it's because of our sin. Practicing separation is very important. ആ രണ്ട് കാര്യങ്ങൾ ഈ നമ്മുടെ മനസ്സിലേക്ക് വരും. ഈ അദൃശ്യനായ ദൈവത്തെ മോശ കണ്ടെന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഒരു കാര്യം, very special birth and a separated life. വിശേഷമായ ജീവന് ഒരു ജനനം നമ്മുടെ ആത്മീയത്തിൽ നമ്മൾ എടുക്കുമ്പോൾ spiritual birth, genuine conversion experience and a truly separated life. വ്യക്തമായിട്ട് മാറി നിൽക്കുന്ന ഒരു ജീവിതം. We will pick it up from the next person onwards. അടുത്ത ഇതോടെ നമുക്ക് പിക്കപ്പ് ചെയ്യാം. I'm just going to leave Moses right there. മോശയെ ഞാൻ അവിടെ വിട്ട ശേഷം we'll be picking this up. I think we'll be starting from verse 29 onwards next time when we study the book of Hebrews. ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം. വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ വിശ്വാസവീരന്മാർ പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചത് മോശയെ കുറിച്ചാണ്, മോശയുടെ അമ്മയപ്പന്മാരെ കുറിച്ചാണ്. Think about Moses' parents. അത്ര വിഷണറീസ് ആയിരുന്നു അവര്. മകൻ ഉണ്ടായപ്പോഴേ they saw something in him. നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമുക്കൊരു ഡിവൈൻ അസൈൻമെന്റ് കാണാനായിട്ട് നമ്മുടെ കണ്ണു തുറക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളൊക്കെ ഞാൻ ഡിവൈൻ അസൈൻമെന്റ് അവരുകളെല്ലാം കണ്ടയാണെന്ന് ഞാൻ പറയുകയല്ല. ദിസ് ഇസ് സംതിങ് ഐ എം പ്രേയിങ്. യു ക്യാൻ ഓൾസോ പ്രേ. കർത്താവേ, അവരുടെ ഒരു ഭാവി, എൻ്റെ കൊച്ചു കുഞ്ഞിന്റെ അല്ലെങ്കിൽ ഈവൻ മൈ ഗ്രാൻഡ് ചൈൽഡ്, that I see something special in him, അതോർത്ത് പ്രാർത്ഥിക്കുവാൻ, ആ വിഷയം വെച്ച് പ്രാർത്ഥിപ്പാൻ ദൈവം. അവരെന്ത് ചെയ്യത്തില്ല, they were not afraid because faith takes away the fear. They were not afraid of the king's edict. രാജാവിന്റെ കൽപ്പനയെ അവർ ഭയന്നില്ല. മോശയുടെ കാര്യം വന്നപ്പോൾ he made a choice. Pharaoh's daughter's son or a slave. He thought slave was better. Why? Because he saw the reward at the end. He saw all the pleasures of the world are fleeting. ഈ ഭൂമിയിലെ ലോകത്തിലെ സകല സുഖഭോഗങ്ങൾ ഒഴിഞ്ഞു പോകുന്നതെന്ന് മനസ്സിലായി, ഒഴുകി പോകുന്നതെന്ന് മനസ്സിലായി. But he saw eternal reward one day. ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം നന്ദി. That was Moses. And then by faith you observe Passover, sprinkling of the blood. ആ ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ സ്റ്റെപ്പാ ഇത്ര മില്യൺ ആളുകളുടെ വീടുകളിൽ ഒറ്റ കുഞ്ഞുവനും നശിക്കാതിരുന്നത് മോശയുടെ വിശ്വാസമാണ്. ഈ ചോരയ്ക്കകത്തൊരു ശക്തിയുണ്ട്. ഈ പെസഹ കുഞ്ഞാടിന്റെ രക്തത്തിനകത്തൊരു ശക്തിയുണ്ട്. പുതിയ നിയമത്തിലെ വിശ്വാസികളായി നമുക്ക് ഒരു കാര്യം പറയുവാൻ കഴിയും. നമ്മുടെ പെസഹ കുഞ്ഞാടിന് അവന്റെ രക്തം തളിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലെ, യു ആർ സെക്യൂർ. യു ആർ സെക്യൂർ. താവോട്ട് ഒക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, ഈ വിശ്വസിച്ചവരാരും അവരുടെ ജീവിതമൊന്നും റോസൊന്നും ആയിരുന്നില്ല കേട്ടോ. വളരെ ട്രബിൾ ആയിരുന്നു. പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഭേദിയേറ്റെന്നൊക്കെ വായിക്കുന്നു. അതൊക്കെ വായിച്ച് ഞാനിത് കരഞ്ഞുപോയി.
They voluntarily died so that they will have a better resurrection. Hallelujah. അദൃശ്യനായ ദൈവത്തെ കാണുന്ന മോശയുടെ കണ്ണുകൾ ദൈവം നമുക്ക് നൽകട്ടെ. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. വളരെ ലളിതമായ ചിന്തയെന്ന് രാത്രി ഞാൻ പങ്കുവച്ചത്. എബ്രായ ലേഖനത്തിലെ ഓരോ ചിന്തകളും നമ്മുടെ മനസ്സിനെ തട്ടി ഉണർത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ, ഞാൻ നിങ്ങളുടെ പേര് വിളിക്കുന്നില്ല, ആരും മടി തോന്നരുത്, ഒരാൾ അൺമ്യൂട്ട് ചെയ്തേച്ച് പ്രാർത്ഥിച്ചാട്ടെ ഇന്ന് രാത്രി.